സെക്കൻഡ് ജനറേഷൻ ഓഡി Q5 ടൈപ്പ് 80A ആണ് കാറ്. കംപ്ലയിൻറ്റ് MMI ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നില്ല, അതായത് മൾട്ടിമീഡിയ ഇൻ്റർഫേസിൻ്റെ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നില്ല. സ്കാൻ ചെയ്തപ്പോൾ തന്നെ MMIയുടെ കൺട്രോൾ യൂണിറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല സെൻറ്റർ ഗേറ്റ്വേ മോഡ്യൂൾ പറയുന്നത് മൾട്ടിമീഡിയ ഇൻ്റർഫേസ് എന്നുള്ള കൺട്രോൾ യൂണിറ്റ് കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. എല്ലാ ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂൾസും ഈ സെൻറ്റർ ഗേറ്റ്വേയിലേക്ക് കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗേറ്റ്വേ മോഡ്യൂളായിരിക്കും ഏതെങ്കിലും കൺട്രോൾ മോഡ്യൂൾ ഡാമേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എറർ കോഡ് തരുന്നത്. അപ്പോൾ നമ്മൾ MMI കൺട്രോൾ യൂണിറ്റ് നമ്മൾ എടുത്തു, ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇലക്ട്രോണിക് ബോർഡ് സിവിയറായിട്ട് ബേൺ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് കാരണം നോക്കിയപ്പോൾ കോമൺ ആയിട്ട് വരുന്ന വാട്ടർ ഡാമേജ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഒന്നും ഇതിനൊരു കാരണമായിട്ട് തോന്നുന്നില്ല. MMI കൺട്രോൾ യൂണിറ്റ് റിപ്പയർ ചെയ്യാൻ സാധിച്ചില്ല, റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഏതൊരു കാറിലും ഒരു ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂൾ ഫിറ്റ് ചെയ്യുമ്പോൾ അതൊരു ഫോറിൻ ബോഡി ആയിട്ട് മാത്രമാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കാറിൻ്റെ സ്പെക്ക്, അതുപോലെ തന്നെ കാറിൻ്റെ സെൻസേഴ്സ്, ആക്ച്വേറ്റേഴ്സ്, എല്ലാ കാര്യങ്ങളും ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂളിനെ നമ്മൾ ടീച്ച് ചെയ്യണം. ടീച്ച് ചെയ്ത് കോഡ് ചെയ്ത് പ്രോഗ്രാം ചെയ്യണം. ഇങ്ങനെ കോഡ് ചെയ്ത് പ്രോഗ്രാം ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഒരു കമ്പണൻറ്റ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഒരു എറർ കോഡ് വരും. ഡിസ്പ്ലേയിലോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഇതുപോലൊരു എറർ മെസ്സേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ MMI കൺട്രോൾ യൂണിറ്റ് റീപ്ലേസ് ചെയ്തു, കോഡ് ചെയ്തു, പ്രോഗ്രാം ചെയ്തു. നൗ എവറിത്തിങ് ഈസ് വർക്കിംഗ് പ്രോപ്പർലി.